ഹലോ ഫ്രണ്ട്സ്, ആശാൻസ് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ കാത്തിരിക്കുകയായിരുന്നെന്ന് എനിക്കറിയാം. വളരെ അധികം ലേറ്റായതിന് ശേഷമാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഡിസ്കണ്ടിന്യൂ ആയത് പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഐ ആം വെരി സോറി ഫോർ ദാറ്റ്. പിന്നെ എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ഹാവ് ബീൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം. മസ്റ്റ് ഹാവ് ബീൻ്റെ യൂസേജ് പല സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്, പല അർത്ഥത്തിൽ. ഇവിടെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മസ്റ്റ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ അവസ്ഥ, സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ അവൻ ആബ്സെൻ്റ് ആയിരുന്നിരിക്കണം എന്നൊരാൾ പറയുമ്പോൾ അയാളുടെ അഭിപ്രായത്തിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു. ഉറച്ച ഒരു അഭിപ്രായമാണ് ഹീ മസ്റ്റ് ഹാവ് ബീൻ ആബ്സെൻറ്റ്. അപ്പോൾ ഹീ മസ്റ്റ് ഹാവ് ബീൻ ആബ്സെൻ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ അഭിപ്രായത്തിൽ, അതായത് അയാൾക്ക് വെക്കാനുള്ള എല്ലാ തെളിവുകളും കൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെയും അവിടെ ഒരു ചെറിയ സ്പെക്കുലേഷൻ ഉണ്ട്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംശയം കൂടിയുണ്ട്. ആ സംശയം ഇല്ലായിരുന്നെങ്കിൽ ഹീ വാസ് ആബ്സെൻ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞിന്. ഇപ്പം അങ്ങനെയല്ല പറഞ്ഞ് ഹീ മസ്റ്റ് ഹാവ് ബീൻ ആബ്സെൻറ്റ്, അവൻ ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നിരിക്കണം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ദ ഡോർ മസ്റ്റ് ഹാവ് ബീൻ ഓപ്പൺ, ഡോറ് തുറന്നിരുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ടാണ് കള്ളം കയറിയത്, അല്ലെങ്കിൽ കള്ളം കയറത്തില്ലായിരുന്നു എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ ദ ഡോർ മസ്റ്റ് ഹാവ് ബീൻ ഓപ്പൺ, ദാറ്റ്സ് വൈ ദ തീഫ് എൻറ്റേർഡ് ദ ഹൗസ്. അപ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആയില്ലേ. ഇത് യൂസ് ചെയ്യുന്നത് പാസ്റ്റിലെ സന്ദർഭത്തിലാണെന്ന് ഓർത്തിരിക്കുക. അത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ യൂസ് ചെയ്യത്തില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പം ഇത് കൂടുതൽ എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതെല്ലാം കൂടി ഒന്ന് കാണുക. എന്നിട്ട് ഈ ആദ്യം തന്നെ എക്സ്പ്ലനേഷനെ ഫോക്കസ് ചെയ്ത് ഇതിൻ്റെ മറ്റുള്ള സെൻറ്റൻസുകളുടെ അർത്ഥം നിങ്ങൾ എടുക്കുമ്പോൾ ശരിക്കും ഇത് മനസ്സിലാവും. പിന്നെ എവിടെയൊക്കെ സന്ദർഭങ്ങൾ വരുന്നോ അവിടെ നിങ്ങളും സ്വന്തമായിട്ട് കുറച്ച് സെൻറ്റൻസ് എഴുതി നോക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഈ യൂസേജസ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തുള്ളൂ. ഇത് കണ്ടീഷൻ പെർഫെക്റ്റിൽ വരുന്ന ഒരു സെൻറ്റൻസുകളാണ്. പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ ഗുഡ് ബൈ.